ഹേ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഇരുന്നപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അടുക്കളയിലാട്ടോ. മക്കള് അന്നുണ്ട് അവിടെ. എനിക്ക് പല്ലുവേദനയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല പല്ലുവേദനയായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ പല്ല് ഇവിടെ വീങ്ങിയിട്ടുണ്ടോ അല്ലെ ഇന്ന് രാവിലെ കൊണ്ടേ കാണിച്ചിരുന്നു. പിന്നെ 2 പല്ല് ഫുള്ള് കേടായിട്ട് സീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് അവനവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തേ വേദന ഇളകിയോ? പിന്നെ വേദന ഇളകിയോ? നല്ല കൊണ്ടേ കൊപ്പിളിക്കിട്ടാ. ഓനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്ര മുട്ടായി തിന്നുണ്ടായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഓനെടുത്ത് തിന്നുന്നുണ്ട്. ആ പല്ലിലേക്ക് ആക്കിയിട്ട് വേദന ഇളകിയെന്നുണ്ട് അതിന് വായൊപ്പിളിക്കൽ തന്നെ പണി. മരുന്ന് പിന്നെ നേരത്തെ അല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, പല്ല് വേദന മരുന്നല്ലേ. അപ്പോൾ ക്ഷീണം ഭയങ്കരമായിരിക്കും അല്ലേ. ഉച്ചക്ക് കൊടുത്തതാണ്. ഇപ്പോൾ അത് വേദനയായിട്ട് ചൂടുവെള്ളം ഞാൻ ചൂടാക്കി വെച്ചതായിരുന്നു, അതെടുത്തിട്ട് ഓടി. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ചെറുപഴമൊക്കെ ആണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിന്നു. നേന്ത്രപ്പഴം കൊണ്ടുവച്ചത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. നല്ല പഴുത്തീനു. അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടല്ലോ, പൊരിച്ച് കഴിഞ്ഞാൽ മക്കളങ്ങനെ തിന്ന് തീർത്തോളൂ. അപ്പോൾ അത് മാവൊക്കെ കലക്കിയിട്ടൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടാൻ പറ്റും. കൊപ്പിളിച്ചാ കുറഞ്ഞോ? കൊപ്പിളിക്കുമ്പോൾ ഇതിന് കുറയുണ്ടോ? അവനക്ക് ജസ്റ്റ് ഒന്ന് വായിൽ വെള്ളം ഇങ്ങനെ കൊപ്പിളിച്ചാൽ ഉപ്പിട്ടിട്ട് വെള്ളം കൊണ്ടുപോയി കൊപ്പിളിച്ചാൽ അപ്പോൾ കുറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ട് പോകും. പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാം. അതിന് നല്ല ഉറക്കാം. അതിനിപ്പോൾ മിക്കവാറും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പണിക്ക് നിൽക്കുമ്പോഴേക്കും ഓൻ എണീക്കുക. അതുവരെ ഓൻ ഉറങ്ങും. ഞാൻ എന്തെങ്കിലും പണിക്ക് നിൽക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കേക്കും ഓൻ എണീക്കുക. അതാ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ എണീറ്റു. അതാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിത്രം വരക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും പണിയിൽ നിൽക്കുമ്പോൾ കേൾക്കും ഓൻ എണീക്കുക. ഞാൻ പറഞ്ഞില്ലേ ഓന് കണ്ടോ, കറക്റ്റ് സമയം കണ്ടോ എണീറ്റ് എളിഞ്ഞെണീക്കുന്നുണ്ട്. ചിലപ്പോൾ ഉറങ്ങൂട്ടോ ഗൈസ്. വിളിച്ചതാ തോന്നുന്നുണ്ട്. ചൂടായപ്പോൾ ഓൻ എണീറ്റ് കണ്ണു തുറന്ന് അയിനാപ്പി എന്താ ഇട്ടോ തൊട്ടില് മൂത്രയിച്ചോ? അതെന്തിനാ അങ്ങനത്തെ പണിയെടുത്തേ? ഗ്യാസ് ഞാൻ അവിടെ ഓഫാക്കി വെച്ചിട്ട് ഓനക്ക് തിന്നാനുണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. ഓൻ്റെ പള്ള നിറച്ചാലേ ഓൻ ബാക്കി ചൂടാൻ സമ്മതിക്കുള്ളൂ. രസമുണ്ടോ? ഇത് അമൃതപ്പൊടി കുറുക്കിയതാണ് കേട്ടോ. ഓൻ അമൃതപ്പൊടി കുറുക്കിയതും മുത്താറി ഒക്കെ തിന്നൽ കുറവേനു. ഇപ്പോൾ തിന്നലൊക്കെ തുടങ്ങിക്ക്. എന്താ 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 ആരാത് ആരാത് ആരാ? ടാറ്റ പറ. ടാറ്റ പറ. അപ്പുവാ കാക്ക അവിടെ കാക്ക. ഇനി കുഞ്ഞ് എവിടെ കാക്ക? എവിടെ കാക്ക? ഇക്കാക്ക എവിടെ? അന്നു കാക്ക ഇത് വാങ്ങ്. അപ്പൊ ഗൈസ് ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. അത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ്. വേണം ഇരിക്കും നോക്കട്ടെ. ഇരിക്ക കസാരയിലിരുന്ന എന്താ ചേട്ടാ കസാരയില്? ഈ ചെക്കന് തിന്നാൻ കൊടുത്തോണ്ട് നോക്കുമ്പോ അപ്പുറത്തെ വരെ പോയിട്ട് ഇപ്പം വന്നിക്കൊള്ളൂ കേട്ടോ. വെറുതെ നേരം കളഞ്ഞ്. ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുവോ? എടുക്ക് കസാര, എടുക്ക്, നിർത്തി വെക്ക്. ഇരി. എന്തോ ഒച്ച കേട്ടല്ലോ. ഒച്ച കേട്ടല്ലോ. എങ്ങനെ ഇതടാ ഇവിടെ സൈഡ് കാണിക്ക്. ഇത് കണ്ടോ ഗൈസ്, പല്ലുവേദന. കുറച്ച് താഴ്ത്തി പിടിക്കുക. താഴ്ത്തിങ്ങനെ തല താഴ്ത്ത്. ഇതുണ്ടോ അവിടെ നല്ല വീങ്ങിയിട്ടുണ്ട് ഈ സൈഡ് പല്ലുവേദനയായിട്ട്. പോന് ഓറിയോ ബിസ്ക്കറ്റ് വേണമെന്നുണ്ട് കാര്യം. ഞാൻ അപ്പോൾ കടയിൽ പോയിനു. വേദന ഇളകിയിരിക്കുക. അപ്പോൾ അതാണ് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. എടുക്കണോ? അമ്മി എടുക്കവാ. മൈരിവിൻ്റെ നേരത്ത് പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങാൻ കാരഞ്ഞ വിളിച്ചെന്നെ ഓടിച്ച്. എന്നിട്ട് ഇതാ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു 2 കയ്യിൽ ഓരോന്ന് പിടിച്ചിട്ട്. ഓടല്ലേ, ഒറ്റക്ക് പോണ്ട, ഇരുട്ടാണ്. ഇളകിയിട്ട് എനിക്കിപ്പം തന്നെ വേണം എന്ന് പറഞ്ഞാൽ രാവിലെ വാങ്ങിച്ച 2 ഇട കേൾക്കണ്ടേ.
എന്നിട്ട് ഇപ്പം എന്നെ ഓടിച്ചിട്ട് വാങ്ങിയിട്ട് പോകുന്ന വയ്യ തിരിച്ചു പോരേക്ക്. അതിലെന്താ പീക്കാച്ചുവോ? നടക്കിഞ്ഞ് വേഗം, നടക്ക് വേഗം. എന്താന്നോ ഇരുട്ടായത് കാണുന്നില്ലേ? ഇവിടക്കുക നോക്കി അടക്കിട്ടാ. അപ്പോൾ അതിനത് അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഓന് നമ്മളെ കുപ്പി ഗ്ലാസ് കുടിക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ തന്നെ വേണമെന്ന്. എന്നിട്ട് മറ്റേ കുപ്പി ഗ്ലാസ്സിൻ്റെ അടിയിൽ ഞാൻ ഇത്തിരി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് തിന്നാൻ കൊടുത്തപ്പോൾ ഓനതിൽ മുക്കുക. അത് അന്നും ഒക്കെ ഇങ്ങനെ മുക്കി തിന്നുന്ന കണ്ടിട്ടേ അത് സംബന്ധം അതിൻ്റെ അടിയിലേക്ക് മുക്കുക. അപ്പോൾ ചായ ഇട്ട് അടിയിൽ ഇത്തിരിയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മുക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അതിനകത്ത് മല്ലിട്ട് അവിടെയൊക്കെ മറിച്ച് മേത്തും ഒക്കെ ആക്കി എന്തൊക്കെയോ കളിക്കുന്നുണ്ടോ ഓന്. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞത് അവിടെ വന്നിരുന്നതാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാപ്ടോപ്പാട്ടോ. ഇത് കുറേ ആയി ഞാൻ ഓപ്പൺ ചെയ്തിട്ട്. ഇത് ഞാൻ ഇവിടെ ഇത് ഓണാകുന്നതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇമേജിൽ കൊടുത്തിട്ട് SSD ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് അതുവരെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്ററും, ഇൻഡിസൈനും, പ്രീമിയർ പ്രോ ഒക്കെ അതിനകത്ത് വർക്കായിരുന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിനും. പിന്നെ SSD ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ എറർ കാണിക്കുക. ഫോട്ടോഷോപ്പ് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഉപയോഗിക്കലില്ല. പിന്നെ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇട്ടു അത് ഞാൻ കേട് വന്നു പോകുമല്ലോ. അപ്പോൾ അതിന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താ സ്ഥിതി നോക്കാമല്ലോ. ഡേറ്റൊക്കെ മിന്നണുണ്ട്. എന്താ കാണിക്കുക അറിയില്ല. ഈ ഒരു കീക്ക് ആദ്യം വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കറങ്ങി ചിലപ്പോൾ ഓണാവണ്ടൊക്കെ ആവും. അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് SSD ചെയ്തതിന് ശേഷം സ്മൂത്തായിട്ട് നല്ല സ്പീഡിൽ ഓണാവുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഓണാക്കാണ്ട് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ സ്റ്റക്കായ പോലെ. പിന്നെ ഉണ്ടോ ഒച്ച കിട്ടിയില്ലേ? പക്ഷേ എനിക്ക് മെയിനായിട്ട് വേണ്ടിയത് ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും ആയിരുന്നു. അത് രണ്ടും ഇതിനകത്ത് സപ്പോർട്ട് ആവുന്നില്ല. ഇതിനകത്ത് ഇങ്ങനെ എന്തോ ഒരു എറർ കോഡ് കണ്ട് 193 അങ്ങനെ എന്തോ ഒരു എറർ കോഡ് കാണിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോട് ചോദിച്ചപ്പോൾ ഓരോ SSD ചെയ്ത് കഴിഞ്ഞപ്പോൾ പഴയ വെർഷൻ ആയതുകൊണ്ട് ഫോട്ടോഷോപ്പ് വർക്ക് ആവാത്തതാണെന്ന്. പക്ഷെ എല്ലാവരും പറയുന്നത് എത്ര പഴയ വെർഷനിലായാലും സാധനം ഇതിനകത്ത് കിട്ടുമെന്ന്. എന്താ അറിയില്ല, നോക്കാം നമുക്ക്. ഓണായി ഗൈസ്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുടിയുള്ള അന്നുത അവിടെ. ഇതാ മുടിയില്ലാത്ത അന്നു ഇരുന്നു. എനിക്ക് പല്ലുവേനല്ലേ അല്ലേ? ഇപ്പൊ പല്ലുവേനായി കരഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഗുളികയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നോക്കാം അടുത്ത തിന്നാൻ വേണ്ടി വരുന്നത്. നീര് കാണിക്ക് നോക്കട്ടെ. നീര് കുറഞ്ഞിട്ടോ. ഓരോ ബിസ്ക്കറ്റ് തിന്നപ്പോ നീര് കുറഞ്ഞു. വെറുതെ ഫീസൊക്കെ കൊടുത്ത് കൊണ്ടേ കാണിച്ചു. ഓരോ ബിസ്ക്കറ്റ് നേരത്തെ വാങ്ങിക്കൊടുത്തത് നിക്കണ്ട. അതാ എന്റെ ലാപ്ടോപ്പ് കണ്ടിട്ട് എടുക്കാൻ കയറി ഇരുന്നുണ്ട്. വരല ഉടുതുണിയില്ല. അയ്യേ കാണിക്കുന്നില്ല. നക്കല്ല കേട് വരും. അതിനിടയിൽ കൂടെ നോക്ക് ചെയ്യുന്ന പണി. എടാ അത് പോക്കി. അയ്യേ ഇത് എന്ത് പിടുക്ക ഇത്. പശു ഇവിടെ ചെവിയുടെ ബാബശു കുയ്യത് പശുവിനെ കെട്ട കൈയുണ്ട പശുവിനെ കെട്ടി. പശു ഇങ്ങനെ പോയി. ബാബശു അത് കാണുന്നുണ്ടോ? ഫ്ലാഷ് കാരണം നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഇതത് കണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഗായ്സ് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചതില്ല അങ്ങനെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനൊരു സൊല്യൂഷൻ അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അതിനും കൂടി കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിച്ചു തന്നത് കേട്ടോ. ഞാൻ കുറേ നോക്കി, എനിക്കൊന്നും നടക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ഡേ വീഡിയോ പോലെ എടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ലാപ്പ് എടുത്ത് വന്നപ്പോഴത്തേനും മക്കളുടെ ഇടയിൽ കയറി അവർ വന്ന് അതിൽ കുത്തിയിട്ട് പിടിച്ചിട്ട് എടുങ്ങാറാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആശയെ വിളിച്ച്. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ ക്ലാഷ് ആയിപ്പോയി. അതാണ് വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുകാണാം. ടാറ്റാ ബൈ ബൈ.